മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. നീ ഒരു മനോഹരമായ സാരി കൊടുത്തല്ലോ അവക്ക്. ഇന്ന് വിഷുവായിട്ട് അതായിരിക്കും അവൾ ഉടുത്തോണ്ടിറങ്ങാൻ പോകുന്നത്. അത് തന്നെയാ എന്റെ വിശ്വാസവും പ്രതീക്ഷയും. ഞാൻ കൊടുത്ത സാരി അല്ലല്ലോ ഇത്. ഇനി ഇയാളെ ഏതൊക്കെ അമ്പലത്തിലാന്ന് വെച്ചാ കൊണ്ടുപോയിട്ട് വാ. എനിക്കങ്ങനെ അധികം അമ്പലത്തിലൊന്നും പോവാനില്ല സാഗറെ. എന്റെ കുടുംബക്ഷേത്രത്തിൽ മാത്രമേ പോവാനുള്ളൂ. ഈ വെള്ളി നാണയം ഒരു കാരണവശാലും കൈമോശം വരരുത്. മോളുടെ പൂജാമുറിയിലുള്ള അയ്യപ്പ ഭഗവാന്റെ വിഗ്രഹത്തിന് മുന്നിൽ അമ്മ തമ്മ ഈ വെള്ളി നാണയം ഭദ്രമായിട്ട് വെക്കണം. നിനക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വന്നാ പോരായിരുന്നോ? അല്ലെങ്കിൽ ഞങ്ങൾ വരുന്നതിന് മുമ്പ് നിനക്ക് വന്നിട്ട് പോയാലെന്താ? അതിന് മുത്തശ്ശിയും കരുണയും വരുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നല്ലോ മുത്തശ്ശി. ഓ, അതൊക്കെ നീ അറിഞ്ഞു കാണും. നിന്നെ എല്ലാം അറിയിക്കാൻ വീട്ടിനകത്ത് ആളുണ്ടല്ലോ. നിന്റെ അമ്മയുടെ കാര്യാ പറഞ്ഞേ. അവള് നിന്നോട് വിളിച്ചു പറഞ്ഞു കാണും, മോഹിനി ഞാനും എന്റെ കുഞ്ഞും വരുന്നുണ്ട്, അതുകൊണ്ട് നീ നേരത്തെ ഇങ്ങോട്ട് എഴുന്നള്ളിക്കോളാൻ. എന്റെ അമ്മയ്ക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. രാവിലെ അമ്മ വിളിച്ചിരുന്നു വിഷു ആശംസിക്കാൻ. പിന്നെ എന്റെ മുഖം കാണണമെന്ന് പറഞ്ഞ് വീഡിയോ കോളും ചെയ്തു. എന്നാ പിന്നെ അവളെ നിനക്ക് ഇന്നലെ തന്നെ കൂട്ടിക്കൊണ്ട് പോയി കൂടായിരുന്നോ? എന്നും നിന്റെ മോന്ത തന്നെയാണല്ലോ കാണുന്നത്. ഇന്ന് പിന്നെ പതിവ് തെറ്റിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഇന്നേ അവൾ ഇവളെ കണി കണ്ടിരുന്നെങ്കിൽ അവളുടെ ഒരു വർഷം പോയി കിട്ടിയേനെ. ഇതുവരെ എന്നെ കണ്ടിട്ട് അമ്മയ്ക്ക് ഒരു വേദന ഉണ്ടായിട്ടില്ല. അതേപ്പറ്റി നീ കൂടുതലൊന്നും പറയണ്ട. കുട്ടിക്കാലം മുതൽക്കേ നിന്നെയാ അമ്മ കാഴ്ച കാണുന്നത്. അതുകൊണ്ടെന്താ നിന്റെ മുഖം അധികം കാണാതെ നിന്റെ അച്ഛനങ്ങ് പോയല്ലോ. അമ്പലനടയിൽ വെച്ചെങ്കിലും ഇത്തരം സംസാരങ്ങൾ നിർത്തിക്കൂടെ കരണേ? എടി ദൈവത്തിനറിയാ നിന്റെ അമ്മയുടെ ചരിത്രങ്ങള്. പിന്നെ ഈ അമ്പലനടയിൽ വെച്ച് പറയുന്നോണ്ട് എന്താ കുഴപ്പം? എടി ഭാഗ്യദോഷി, ഇന്ന് എന്റെ മോള് കണി കണ്ടതേ ഭഗവാനെ അല്ല, മറിച്ച് എന്റെ മുഖവാ. നീ നോക്കിക്കോ, അതിന്റെ ഐശ്വര്യം മോൾക്ക് അടുത്ത വിഷുവിന് മുമ്പേ ഉണ്ടായിരിക്കും. ഈ വർഷം മോളുടെ ഗംഭീര വർഷമായിരിക്കും. എന്റെ മുഖം തേജസ്സുള്ള മുഖമാണെന്ന് എന്നെ കാഴ്ച കണ്ട പലരും പറഞ്ഞിട്ടുണ്ട്. എടി പലരും പറഞ്ഞിട്ടുണ്ടടി, കേട്ടോ മോളെ. അതുകൊണ്ട് ചില ദിവസങ്ങളിൽ ഞാൻ ഉറക്കം എണീറ്റാൽ ഉടനെ കണ്ണാടിയുടെ മുമ്പിൽ ചെന്നങ്ങ് നിൽക്കും. എന്റെ മുഖം എനിക്ക് തന്നെ കാണാലോ. അത്രയ്ക്ക് ഐശ്വര്യമുള്ള മുഖമാണെന്നേ. അല്ലെങ്കിൽ മോൾ ഈ വർഷം ഒന്ന് പരിശോധിച്ചു നോക്കിയോ. അപ്പൊ മുത്തശ്ശിയുടെ നാവ് പൊന്നാണെന്നും സത്യമാണെന്നും ഒക്കെ മോക്ക് മനസ്സിലാവും. എന്നാ പിന്നെ തമ്പ്രാട്ടി ചെല്ലേ. മറ്റവനോടെ കാത്തു നിൽക്കുക. അവന്റെ പിന്നാലെ കാലം കയറുമായിട്ട് നടപ്പുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് നിന്റെ പിന്നാലെ അവൻ നടക്കുന്നത്. എന്നാ ചെല്ല്. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഈ ലോകത്ത് മുത്തശ്ശിക്ക് മാത്രമേ പറ്റൂ. പിന്നെ നിന്നെ പോലുള്ളവരോട് ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാ സംസാരിക്കേണ്ടത്? മുത്തശ്ശി പറഞ്ഞത് ശരിയാ. മുത്തശ്ശിയെ കാഴ്ച കണ്ട ശേഷം മൊത്തത്തിലൊരു ഉന്മേഷമൊക്കെ ഉണ്ട്. കണ്ടോടേ, പറഞ്ഞത് കേട്ടല്ലോ. ഇനി ദേവിയെ കാണുന്നതിനോടൊപ്പം ദേവി എന്റെ മുഖം കൂടെ ഒന്ന് കാണട്ടെ. അത് ദേവിക്കും കൂടെ ഐശ്വര്യവാ. വാ മോളെ. മോള് വീണല്ലോ, എഴുന്നേക്കാൻ പറ്റുന്നില്ല. മോളെ, അയ്യോ എന്റെ കുഞ്ഞു വീണല്ലോ. പറ്റിയ മുത്തശ്ശി, ഒന്നും പിടിക്കടി.
എന്നെ അല്ല, കുഞ്ഞിനെ പിടിക്കടി. കരുണേ അയ്യോ നിനക്ക് കുഞ്ഞിനെ പതുക്കെ പിടിക്കടി. മുത്തശ്ശി എനിക്ക് എടി, നീ വീഴാ. എടി എന്നെ പിടിക്കടി. അയ്യോ ഈ മുത്തശ്ശി എന്റെ കാലൊടിഞ്ഞ്, നടുവൊടിഞ്ഞ്. അയ്യോ അയ്യോ എന്റെ നടു പോയേ. അയ്യോ മോളെ, മോക്ക് വല്ലതും പറ്റിയോ? അറിയില്ല മുത്തശ്ശി, അയ്യോ വയറ് വേദനിക്കുന്നുണ്ട്. അയ്യോ, എന്റെ മോളെ. എന്റെ കുഞ്ഞിനെന്തേലും പറ്റിയോ എന്തോ. സാഗര വണ്ടി എടുക്ക. അയ്യോ മോൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. വേണ്ടടി, നീ എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണ്ട. നിന്നെ കാഴ്ച കണ്ടതോടെ ഞാൻ കാല് വഴുക്കി വീണു. നീ മുത്തശ്ശിയല്ലേ കാഴ്ച കണ്ടത്? എടി എടി, ആ കാഴ്ചയുടെ ഫലം ഒക്കെ പോയടി നിന്നെ കണ്ടതോടെ. ഓ, എനിക്ക് തീരെ വയ്യ മുത്തശ്ശി. മോളെ, ഒരു കാര്യം ചെയ്യാം. ഇനിയിപ്പൊ അമ്പലത്തിൽ തൊടാനൊന്നും നിൽക്കണ്ട. നമുക്ക് അടുത്ത ക്ലിനിക് ഉണ്ട്, അവിടെ പോയി ഡോക്ടറെ കാണാം. വാ, ആ പേഴ്സ് കിട്ടെടുത്തടി, ചെന്നെടുത്തോണ്ട് വാടി. അയ്യോ അയ്യോ, വാ വാ, ഇനി നീ പിടിക്കണ്ട, പറ പതുക്കെ. എന്റെ പൊന്നോളെ, അയ്യോ വാ. എന്റെ ഭഗവാൻ. എന്താ എന്താ പറ്റിയേ? നീ പിടിക്കണ്ട പിടിക്കണ്ട, ഡോറ് തുറക്കടാ. പതുക്കെ കേറ്. വണ്ടി എടുക്കടാ. അവിടെ നോട്ടം കൊണ്ടില്ലേ, വണ്ടി എടുക്കടാ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. അവരുടെ അഹങ്കാരത്തിനാ ദൈവം അവർക്ക് ശിക്ഷ കൊടുത്തത്. അതിന് ചേച്ചി എന്തിനാ ഇങ്ങനെ സഹതപിക്കുന്നത്? അവൾ എത്ര അഹങ്കാരം കാണിച്ചാലും പറഞ്ഞാലും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ല. സാഗര കേറ്. വാ മോളെ, ഇറങ്ങി വാ. വന്നേ പതുക്കെ. പതുക്കെ. എന്നാ പയ്യെ നടക്കുമോളെ, പയ്യെ. ഇതെന്തു പറ്റി? എന്തു പറ്റി? പോക്കെന്തേലും വയ്യാഴികയുണ്ടോ? എന്തു പറ്റി അമ്മേ? എന്റെ പൊന്ന് പ്രതാപ, ഒന്നും പറയണ്ടടാ. ഇന്ന് രാവിലെ ഇവിടെ കാഴ്ച കണ്ടപ്പോ നിന്റെ കൈ പൊള്ളിയില്ലേ? അതുപോലെ ഞങ്ങൾ അമ്പലത്തിൽ ചെന്നപ്പോ അവിടെ ഒരുത്തി ഉണ്ടായിരുന്നു, ഇവിടെ പുന്നാര മോള്. അവിടെ അമ്പലത്തിൽ ചെന്നങ്ങ് കേറിയതേ ഓർമ്മയുള്ളൂ. ദേ കാല് വഴുതി ഒറ്റ വീഴ്ച, പിടിക്കാൻ പോയ ഞാനും വീണു. അയ്യോ മോളെ, എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ? ഈ സമയത്ത് മോള് വീഴാൻ പാടില്ല, വയറ്റിനകത്തൊരു കുഞ്ഞുള്ളതല്ലേ. അങ്ങോട്ട് പോയിരിക്കുവാ മോളെ. മോളെ അതൊക്കെ ഇങ്ങോട്ടിരുന്നു. മോളെ മിണ്ടരുത്, അവിടെ ഒരു മോള്. നീ കൂടുതൽ സങ്കടമൊന്നും കാണിക്കണ്ട. നിനക്ക് ഈ കാഴ്ച സന്തോഷമാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. എന്നിട്ട് എന്താ അമ്മേ? എത്രയും പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോണ്ടേ? ഓ, കൊണ്ടുപോയിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നേ. അവര് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞേ.
മോളെ വേദന വല്ലതും ഉണ്ടോ? ഇല്ല അച്ഛാ. എന്തിനാണ് എന്റെ മോൾ അമ്പലത്തിൽ പോയപ്പോ തന്നെ അവളും കയറി വന്നേ? വിഷുവായിട്ട് മോളെ അമ്പലത്തിൽ പോകുന്ന പതിവുണ്ട്. മോളെ കാഴ്ച കണ്ടതുകൊണ്ടൊന്നുമല്ല ഇത് സംഭവിച്ചത്. പിന്നെ എന്തുകൊണ്ടാടി? നിന്റെ മോളെ കണ്ട ഉടനെ തന്നെ എന്റെ കുഞ്ഞു വീണല്ലോ. ഇന്ന് 1-ാം തീയതിയായിട്ട് മോള് കാഴ്ച കണ്ടത് അമ്മയുടെ മുഖമല്ലേ? എടി അമ്മയുടെ മുഖം കാണുന്നതൊക്കെ ഐശ്വര്യം തന്നെ. ആ പക്ഷെ അതിന്റെ പിന്നാലെ നിന്റെ മോളുടെയും മോന്ത കണ്ണോടി മൂദേവി മോളുടെ ദേഹത്ത് കയറി. അതുകൊണ്ടാ മോക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. വിഷുവായിട്ട് നല്ല മനസ്സോടെ വേണം അമ്പലത്തിൽ പോകാൻ. നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും വേണം. വിഷുവായിട്ട് കർണത്ത് കൈവെക്കാനുള്ള അവസരം ഉണ്ടാക്കരുത് നീ. നിന്റെ മോളെ കണ്ടതും എന്റെ കുഞ്ഞു വീണതും ഒക്കെ എന്റെ മനസ്സിൽ കിടക്കുക. അത് മാത്രമാണോ? എന്റെ നടു പോയി. അതുപോലെയാണോ ഞാൻ വീണത്? പിന്നെ ആ സമയത്ത് അതൊക്കെ ചിന്തിക്കാൻ പറ്റുമോടാ പ്രതാപ? ആ നേരത്ത് മോടെ വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ചുമാണ് ഞാൻ ചിന്തിച്ചേ. പോയി വെള്ളം ചൂടാക്കടി, എന്നിട്ട് തോർത്ത് മുക്കി എനിക്ക് ആവി പിടിക്കണം. ഓ, സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെയാ സംഭവിച്ചേ. ഓ, നല്ല വീഴ്ചയാ. വേദന ഇനി നാളെ അറിയൂ. എന്റെ കിഡ്നി അടിച്ചു പോയോ എന്തോ. പതുക്കെ. അച്ഛന്റെ കൈക്ക് എങ്ങനെയുണ്ട്? ഓ, കുഴപ്പമൊന്നുമില്ല മോളെ. നല്ലോണം മരുന്ന് പറ്റിയിട്ടുണ്ട്. മോള് വാ. പെട്ടെന്ന് ചെല്ലടാ. വിഷുവായിട്ട് സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെയാ സംഭവിച്ചത്. കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞത്. ഞാൻ പോയിട്ട് വരാം. ഉണ്ണി അറിഞ്ഞു കാര്യങ്ങള്? അറിഞ്ഞു. ഞാൻ അങ്ങോട്ട് പോവാ. നിന്നെ കണി കാണാതിരിക്കാൻ വേണ്ടിട്ടാ കരുണമോളെയും കൂട്ടിക്കൊണ്ട് മോളുടെ അച്ഛൻ സ്വന്തം വീട്ടിലോട്ട് പോയത്. അപ്പോ കരുണമോൾ അമ്പലത്തിൽ വരുമെന്ന് അറിഞ്ഞിട്ട് ആ സമയത്ത് തന്നെ ഒരുത്തി പോയിരിക്കുവാ. എന്റെ കുഞ്ഞിനെ തള്ളി മറിച്ചിടാനായിട്ട്. നിങ്ങളെ കണ്ടതുകൊണ്ടാ കരയെടുത്ത് വീണത്. ഈ വീട്ടിലുള്ളവരെല്ലാം ഇന്ന് ഇയാളല്ലേ കാഴ്ച കണ്ടത്. എന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ? ആരെങ്കിലും വീണോ? അതുപോലെ ഇന്ന് കരുണ കാഴ്ച കണ്ടത് അവളുടെ വീട്ടിലെ ആളുകളെയാ. അത് കഴിഞ്ഞല്ലേ അവൾ അമ്പലത്തിലേക്ക് പോയത്. എന്നിട്ട് പിന്നെ ഇയാളെ പഴിക്കുന്ന എന്തിനാ? 1-ാം തീയതിയായിട്ട് വിഷുവായിട്ട് നാവിന്ന് നല്ലത് വരണമെന്ന് എന്റെ ആഗ്രഹം. അത് പാടില്ലാന്ന് ചിലരെ വാശി പിടിച്ചാൽ ചിലപ്പോ ഇതിനേക്കാൾ മോശമായിട്ട് സംസാരിക്കേണ്ടി വരും. ഇടയ്ക്ക് ഉണ്ണിയൊന്ന് വിളിക്കണേ കണ്ണേട്ടാ. അവൾക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കരുതെന്ന എന്റെ പ്രാർത്ഥന. മനുഷ്യന്റെ പൾസ് മനസ്സിലാക്കിയിട്ട് അവൾക്ക് സംസാരിക്കാനും പെരുമാറാനും അറിയാം. താനിങ്ങനെ തന്നെ വെറുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കുഞ്ഞു വയറ്റിലുള്ളപ്പോഴെങ്കിലും പെൺകുട്ടികൾക്ക് ഇത്തിരി അടക്കം ഒതുക്കമൊക്കെ വേണം. പ്രാർത്ഥനയോട് അവർ ദിവസങ്ങൾ തള്ളി നീക്കണം. അതല്ല അവളും ഇവിടുള്ള ചിലരും ചെയ്യുന്നത്. പിന്നെ എങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കുന്നത്? കണ്ണേട്ടിന് എന്തൊക്കെ പറഞ്ഞാലും ശരി, അമ്മയാവാൻ കഴിയാത്തതിന്റെ ഒരു വിഷമം
ഏട്ടത്തിക്കുണ്ട്. അതുകൊണ്ടാണല്ലോ കണ്ണേട്ടനെയും കൊണ്ട് തോമസ് വൈദ്യനെ കാണാൻ പോയത്. അതെ, നടക്കില്ല എന്നറിയാമെങ്കിലും നിന്നേറ്റ് കഷ്ടപ്പെടുത്തുന്നതേ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാ. എന്നുവെച്ചാ അനിയത്തിക്ക് വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ മുതല് ഇവിടെ മനസ്സ് മാറി തുടങ്ങി. സ്വന്തം ഭർത്താവിൽ നിന്നൊരു കുഞ്ഞ് ജനിക്കണമെന്ന് ഒരു സ്ത്രീ ആഗ്രഹിച്ചെങ്കിൽ അതിന് തെറ്റു പറയാൻ പറ്റുമോ? അരയ്ക്ക് താഴോട്ട് തളർന്ന ഭർത്താവിനെ നേരെയാക്കാൻ ഒരു ഭാര്യ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? എന്റെ കാര്യത്തിൽ ഒരു പുരോഗതി ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് ഭാര്യയുടെ കടമ ഇവൾ ചെയ്യുന്നത്. ഇനി വിഷുവായിട്ട് ഞാനിവിടെ നിന്നാലേ മറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. ഇവിടെ പ്രശ്നം ഞാനിവളെ കല്യാണം കഴിച്ചതാ. ഒരിക്കലും വിവാഹം വേണ്ടെന്ന് പറഞ്ഞു നടന്ന എനിക്ക് ഒരു ഭാര്യ ഉണ്ടായിപ്പോയി. അതുകൊണ്ട് ഇനി എന്റെ കാലശേഷം എന്റെ സ്വത്തിന്റെ അവകാശം ഇവളാ. അതാ എല്ലാവരെയൊക്കെ അലട്ടുന്നത്. അയ്യോ, സ്വത്തിനെയും പണത്തിനെയും പറ്റി ഞങ്ങൾ ചിന്തിച്ചിട്ടേ ഇല്ല കണ്ണാ. എല്ലാവരെയും എനിക്കറിയാമേ. പക്ഷേ നിങ്ങളൊക്കെ അറിയാതെ പോയത് എന്നെയും എന്റെ ഭാര്യയെയാണ്. ആ സ്വഭാവത്തിന് മാറ്റം വരുത്തിയിട്ട് ഞങ്ങളെയൊക്കെ അറിഞ്ഞു തുടങ്ങുന്നേ എല്ലാവർക്കും നല്ലത്. എങ്കിലേ ഈ വീട്ടിൽ നിങ്ങൾക്കൊക്കെ നിലനിൽപ്പുണ്ടാവൂ. മറക്കണ്ട. പടം അവൾ അവന്റെ മനസ്സിൽ കേറി പടർന്നു മോളെ. ഇനിയിപ്പോ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. മരണത്തിനല്ലാതെ. പ്രതാപ, ഓ ചായ കുടിക്ക്. എന്നാൽ ഇന്നത്തെ വിഷു അലമ്പായി പോയല്ലോ എന്റെ പ്രതാപ. അവിടെ ഉണ്ണിക്കണ്ണന്മാരെ കണ്ടതില് ലക്ഷ്മിയും കണ്ണനും വലിയ സന്തോഷത്തിലാ. ആ സന്തോഷം അധിക നാൾ നീണ്ടു പോകത്തില്ലമ്മേ. ആ ഉണ്ണിക്കണ്ണന്മാര് അവളുടെ മനസ്സിനെ ഇളക്കി മറിക്കും. ആഹാ, ഇതാരെയും വന്നിരിക്കുന്നേ? ഉണ്ണിക്കുട്ടനോ? വാ മോനെ, വാ. അതിങ്ങെടുത്തോ. വാ മോനെ. അച്ഛാ, എങ്ങനെയുണ്ട് കരുണയ്ക്ക്? കുഴപ്പമൊന്നുമില്ല മോനെ. മോള് നന്നായിട്ട് പേടിച്ചുപോയി. ഇത് കേട്ടപ്പോ ഞാനും പേടിച്ചുപോയി. ഈ സമയത്തൊക്കെ സൂക്ഷിച്ച് നടക്കണ്ടേ അച്ഛാ? വലിയ കുഴപ്പമൊന്നും പറ്റില്ലല്ലോ മോനെ. മോൻ വാ. ആ കുഴപ്പമൊന്നുമില്ലല്ലോ കരണേ? ഏയ്, കുഴപ്പമൊന്നുമില്ല. അവിടെ നിന്നാ ഏട്ടത്തെ കാഴ്ച കാണുമെന്ന് പറഞ്ഞാ നീ ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ ആരെയാ കാഴ്ച കണ്ടേ? ആരെ കാഴ്ച കണ്ടാലും എന്താ മോനെ? പ്രാഗി കൊല്ലാൻ വേണ്ടിട്ട് ഓരോരുത്തരുണ്ടല്ലോ. അപ്പൊ സംഭവിക്കാൻ പാടില്ലാത്ത പലതും സംഭവിക്കും. മോനെ, രാവിലെ തന്നെ മത്താപ്പ് കത്തിച്ചപ്പോ ദൈവന്റെ കൈയൊന്ന് പൊള്ളിയായിരുന്നു. ഏയ്, കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു പൊള്ളലേ ഉള്ളൂ. എന്നാലും നല്ല നീറ്റിലുണ്ട്. അത് കഴിഞ്ഞ് അമ്പലത്തിലോട്ട് പോയപ്പോഴാ ഒരുത്തിയെ കാണുന്നത്. കാളകൂടെ വിഷം ഉള്ളിൽ ഒളിപ്പിച്ച് നടക്കുന്ന ഒരുത്തിയെ. പിന്നെ കാലി വഴുതി വീഴാതിരിക്കുവോ? വീണു. പിടിക്കാൻ ചെന്ന ഞാനും വീണു. എന്റെ നടുവ് പോയി. എന്റെ അമ്മോ, അവളെ ഒരു സർപ്പദൃഷ്ടിക്കാരിയാ മോനെ.
എങ്ങോട്ടാവണമെന്ന് സൂക്ഷിച്ചു നോക്കിയാലും അവിടെ പിന്നെ പുല്ല് പോലും മുളക്കത്തില്ല. ഹോസ്പിറ്റലിൽ പോയി സ്കാനിങ്ങോ മറ്റോ നടത്തണോ കരണേ? ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല, കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ ഉണ്ണിയുടെ വിശ്വാസത്തിന് വേണ്ടി ഒന്നുകൂടെ പോകുന്നതിനകത്ത് തെറ്റില്ല മോളെ. എന്തിനാച്ചാ വെറുതെ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുന്നേ? അപ്പോഴേ പ്രതാപ ഇതങ്ങോട്ട് കൊടുത്തേ. മോനി വന്നേ. കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് വരുന്ന വിഷു അല്ലേ, അപ്പോ കട്ടിക്ക് എന്തെങ്കിലും മോന് തരണ്ടേ? നല്ല അസലൊരു ഗോൾഡൻ വാച്ചാ. ഞങ്ങള് രണ്ടാളുടെ മോളെയും കൂട്ടി പോയി വാങ്ങിച്ചതാ. ആ കൈ ഇങ്ങോട്ട് കാണിച്ചേ. എങ്ങനുണ്ട്? നല്ല ഭംഗിയുള്ള വാച്ച. നന്നായിട്ടുണ്ട്. മോന്റെ കൈക്ക് നല്ലോണം ചേരുന്നുണ്ട്. അതെ അതെ ചേരുന്നുണ്ട്. വലിയ കാശുകാരനാ. സ്വന്തമായിട്ട് വാച്ചും ചെയിനും വാങ്ങിക്കാനുള്ള ആസ്തിയൊക്കെ ഉണ്ട് കണ്ണന്. എങ്കിലും വിഷുവായിട്ട് ഇതുപോലൊരു സമ്മാനം ഇവന് കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? വിഷുവായിട്ട് ഉണ്ണീട്ടിന് എനിക്കൊന്നും വാങ്ങിയില്ലേ? മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.